നബാർഡിന്റെ 44ാമത് സ്ഥാപക ദിനം, അന്താരാഷ്ട്ര സഹകരണ വർഷം എന്നിവ പ്രമാണിച്ച് നബാർഡും ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി കാർഷിക ക്ലാസ് സംഘടിപ്പിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. നബാർഡിന്റെ 44ാമത് സ്ഥാപക ദിനത്തിന്റെയും അന്താരാഷ്ട്ര സഹകരണ വർഷവും പ്രമാണിച്ച് നബാർഡും ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി കാർഷിക ക്ലാസ് സംഘടിപ്പിച്ചു. ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി കേരള ബാങ്ക് ഡയറക്ടർ പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ചില മുഖ്യധാരാ പത്രങ്ങളും അതുപോലെ തന്നെ പല ഘട്ടത്തിലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ അസഹിഷ്ണുതയോടുകൂടി, ഒരുപക്ഷെ ഒരു കണ്ണുകടിയോടുകൂടി നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കാണുന്ന ചില ആളുകൾ, ചില വ്യക്തിത്വങ്ങൾ, ചില കേന്ദ്രങ്ങൾ ഈ സഹകരണ മേഖലയെ തച്ചുതകർക്കാൻ, ഒരു മനുഷ്യ ജീവിതത്തിൽ ജനനം മുതൽ ജീവിത അവസാന യാത്രയിൽ വരെ കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച മലയാളികളുടെ മണ്ണ് എന്നറിയപ്പെടുന്ന കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. 125 വർഷക്കാലത്തിലധികം പഴക്കമുള്ള പാരമ്പര്യമുള്ള സഹകരണ പ്രസ്ഥാനം ഇന്ന് മനുഷ്യ ജീവിതത്തിൽ എല്ലാ മേഖലയിലും എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സഹകരണ പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യമാണ്. ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത വെല്ലുവിളിയെ നേരിടുന്ന കാലഘട്ടം, ആ വെല്ലുവിളി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പൊതുതലമുറ ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കാൻ നിലപാട് സ്വീകരിക്കുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ബാങ്ക് നടപ്പിലാക്കുന്ന കാർഷിക പദ്ധതികൾ വളരെ ചുരുക്കി ഏതാനും വാചകങ്ങളിൽ, കാരണം ഇവിടെ ഇരിക്കുന്ന ഞാൻ ഈ പറഞ്ഞ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് പലരും നമ്മുടെ ബാങ്കിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ കുറവുണ്ട്. 100 വർഷം പിന്നിടുകയാണ് ഭരണിക്കാവ് സർക്കാർ. 2017 മുതൽ തുടങ്ങിയ ചില കാർഷിക പദ്ധതികൾ ഈ ഡയറക്ടർ ബോർഡിൻ്റെ കാലത്ത് ഇത് നമ്മളെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സഹകരണ ബാങ്കിൻ്റെ അടിസ്ഥാന ലക്ഷ്യം കൃഷിയെ സഹായിക്കുകയും കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ബാങ്കിൻ്റെ ഉള്ളിൽ ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിങ് പ്രവർത്തനവുമായിട്ട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ മികച്ച ബാങ്ക്, വലിയ ലാഭം, അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും. പക്ഷെ അതിനപ്പുറത്ത് ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകരെ, കാരണം കൃഷിയാണ് ഏറ്റവും വലുത്, മറ്റൊന്നുകൊണ്ട് മനുഷ്യന് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളെ, കടുത്ത രോഗം കൊണ്ട് നല്ലൊരു പങ്ക് ആളുകൾ വലയുന്നതല്ല ഈ ഭക്ഷണമാണ്. ബാങ്ക് ഭരണസമിതി അംഗം എം വിശ്വകുമാർ സ്വാഗതം രേഖപ്പെടുത്തി. നബാർഡ് ആലപ്പുഴ DGM മിനു അൻവർ, കേരള ബാങ്ക് ആലപ്പുഴ DGM പ്രദീപ് കുമാർ, ഓണാട്ടുകര ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് പൂർണിമ യാദവ് എന്നിവർ ക്ലാസ് നയിച്ചു. സെന്റർ കൊണ്ടുവരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്ന, അതിൽ പ്രാവീണ്യം നേടിയ ഒരു കൂട്ടം ആൾക്കാരെ, അതായത് നമ്മുടെ യുവജനങ്ങൾക്ക് തൊഴിലും കൂടി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് സീസണൽ ജോലികളുണ്ട്, അതോടൊപ്പം ഓഫ് സീസണിലുള്ള, ഇപ്പം നേരത്തെ സൂചിപ്പിച്ച തെങ്ങ് കയറ്റം, അങ്ങനെയുള്ള ഓഫ് സീസൺ ജോലികളും കൂടി അവർക്ക് എൻഷുർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സും കൂടി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഏരിയ മാനേജർ വി രാജീവ്, ബാങ്ക് കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളയ്ക്കൽ, നിർമ്മല രാജൻ, AM ഹാഷിർ, റഹിയാനത്ത് എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി KS ജയപ്രകാശ് നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കറ്റാനം.